നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ന്യൂ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഒരു പുതിയതായിട്ടൊരു സൂ ഇവിടെ, ഒരു മൃഗശാല ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കാണാമെന്ന് കരുതിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്യമായിട്ടൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് മുഴുവനും കടുക് പാടാണ്. കടുക് കൃഷി ചെയ്തിട്ട് അതിപ്പോൾ പൂത്ത് അതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട്. പൂത്തിട്ട് അത് ഏകദേശം അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. വഴിയൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല, മൊത്തം ഇത് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. കുറച്ചപ്പുറത്തായിട്ട് കടുക് പൂത്ത് നിൽക്കുന്ന പൂക്കൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വാഴക്കൃഷിയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അവിടെ നടക്കുന്ന വഴിയെല്ലാം വരമ്പെല്ലാം ഇത് രണ്ട് സൈഡിലോട്ടും കടുക് ഇങ്ങനെ പൂത്തിട്ട് കടുക് നിറഞ്ഞിട്ട് നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ബ്ലോക്കാക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളി കൃഷി ചെയ്തായിട്ട് കാണാനുണ്ട്. കണ്ടോ, ഇത് ഉള്ളി കൃഷിയാണ്. ഇവിടെ പൂക്കൃഷി, ബന്ദിപ്പൂ കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് വണ്ടിയിലോട്ട് പോവാം. നമുക്ക് വണ്ടിയിലോട്ട് പോയിട്ട് നമുക്ക് സൂവിലോട്ടുള്ള യാത്ര തുടരാം. അങ്ങനെ നമ്മൾ സൂവിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ സൂവിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. നമുക്ക്
50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ. നമ്മൾ ഈ സൂവിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ വഴിയുടെ നടുക്കെല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികൾ വെച്ചിരിക്കുന്നു. ആ ചെടികളെല്ലാം പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണ്, കണ്ടില്ലേ? അത് ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിറച്ചും ഇതുപോലെ പൂക്കളുള്ള ചെടികൾ ഇവിടെ വെച്ചിട്ട് ഈ സ്ഥലം മുഴുവനും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിലെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തി എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. എന്ത് ഭംഗിയല്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം അത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയും നമുക്കൊരു പേപ്പർ കഷ്ണം പോലും കാണാനില്ല. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടൊരു പാർക്കും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്കും കൂടി ഒരു ടൈം പാസ്സാണ്. ഇവിടെ കളിക്കാനും ഊഞ്ഞാലും മറ്റും സംഭവങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബേർഡ്സിൻ്റെ ഒരു കൂടാണ്. ഈ കൂട്ടിനകത്ത് മുതലകളാണുള്ളത്. 2 മുതലകൾ, 2 അല്ല 3 മുതലുണ്ട്. ഒന്ന് ഇതാ ഇവിടെ കിടക്കുന്നു, അടുത്തത് ഇതാ ഇവിടെ. ഇവൻ ഇച്ചിരി വലുതാണ് കേട്ടോ. ഇവൻ അത്യാവശ്യം സൈസുള്ളൊരു മുതലയാണ്. ഇവിടെ ഒരു ചെറുതുകൂടിയുണ്ട്. നടക്കുന്ന വഴിയെല്ലാം 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടും പൂക്കളും ചെടികളും നല്ല പുല്ലെല്ലാം വിരിച്ച് നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു ബോർഡ് കാണാം. നമുക്ക് പോയി നോക്കാം ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പറ്റുമെന്ന്. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ചെറുതായിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. തല മാത്രം അല്പം പുറത്ത് കാണാം. വീണ്ടും എന്തൊക്കെയോ സംഭവങ്ങളും കൂടുകളൊക്കെ പണി നടക്കുന്നുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സൂ തുടങ്ങിയിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. ഏതാണ്ട് 1 വർഷത്തോളം ആയിട്ടുള്ളൂ ഈ സൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ കൂട്ടിലൊക്കെ എന്താണ്, ഇതിനകത്തൊക്കെ എന്തോ ഉണ്ട്. കോഴിയാണോ? കോഴിയല്ല, കാട്ടുകോഴി പോലുള്ള എന്തോ ബേഡ്സിനെയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കുരങ്ങൻ്റെ കൂടുണ്ട്. കുരങ്ങനെ കാണുന്നില്ലല്ലോ. അതാ മുകളിലിരിക്കുന്ന ആശാൻ. ആളുകളൊക്കെ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരു പിക്നിക് മോഡിലാണ് ഇവിടെ ഉള്ളത്.
ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അല്പം തിരക്കുണ്ട് ഇവിടെ. സ്കൂൾ കുട്ടികളെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇവിടെ മാനിൻ്റെ ധാരാളം മാനുകൾ കാണുന്നുണ്ട്. ഇവിടെ മുഴുവൻ മാനുകളെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ സീബ്രയുടെ കൂട് നമുക്ക് കാണാം. 2 സീബ്രേനെ കാണാം ഇവിടെ. ഈ ഭാഗത്തായിട്ട് നമുക്ക് ബേഡ്സിൻ്റെ എല്ലാം കൂടുകൾ കാണാം. ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കൂടിൽ നിറയെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സിനാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തേനായിട്ട് വൈറ്റ് പാരറ്റ്സിനെയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ജിറാഫിനെ ഇട്ടിരിക്കുന്നത്. 2 ജിറാഫിനെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ചെടികൾ ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം വളരെ ക്ലീനായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കൂടുതലുള്ളെല്ലാം പാരറ്റ്സിനാണ് ഇട്ടിരിക്കുന്നത്. ഇത് മക്കാവോ ആണ് കേട്ടോ. ഇവിടെ 2 മക്കാവിനെ കാണാം. ഈ കൂട്ടിൽ ധാരാളം മക്കാവസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ സൂവിൽ നമുക്ക് കാണാനായിട്ട്. ഈ സൂ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, 1 വർഷമായിട്ട് ഉള്ളൂ ഏകദേശം. ഇവിടെ നമുക്ക് ഒരുപാട് മൃഗങ്ങളൊന്നും കാണാനില്ല. എങ്കിലും ഉള്ളത് വളരെ നീറ്റും ക്ലീനുമായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. എവിടെയും ഒരു വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം നമുക്ക് കാണാനില്ല. ഒരു സ്മെല്ലോ ഒന്നുമില്ല. ചുറ്റുപാടെല്ലാം എപ്പോഴും നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റ്സ് എല്ലാം തന്നെ വളരെ ക്ലീനാണ്. നമുക്ക് ഒന്നും പറയാനില്ല അതിനകത്തൊരു ഒരു കുറവ് അതിനകത്ത് പറയാനില്ല. എല്ലാം വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈവനിങ്ങിലോ ഒരു 2-3 മണിക്കൂറൊക്കെ ഇതിനകത്ത് വന്ന് സ്പെൻഡ് ചെയ്യാൻ മാത്രം ഉണ്ട്. ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഫാമിലിയായിട്ട് വന്ന് ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.